അതെ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ കമോണിൻ. സോ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് നേരെ പുറത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഇന്നത്തെ വെതർ ഈസ് അടിപൊളി വെതർ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര കൊതിയായി അത് കണ്ടപ്പോൾ. അപ്പം ഞാൻ നേരെ ബാൽക്കണിയിലോട്ട് വിട്ടു. ആൻഡ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഫോളും കൂടി ആയതുകൊണ്ട് കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇല പൊഴിയാനായിട്ട്. ആ ആ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമിങ് ആണ്, നല്ലൊരു പോസിറ്റീവ് വൈബാണ്. സോ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഞാൻ നേരെ എൻ്റെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ട് വിട്ടു. ആൻഡ് ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് ഞങ്ങളുടെ മെനു. സോ കടലക്കറി ഈസ് ഒബ്വിയസ്ലി ലെഫ്റ്റ് ഓവറാണ്. ആൻഡ് ചപ്പാത്തി ഞാൻ അങ്ങനെ നല്ലോണം കുഴച്ച് പരത്തി ചുട്ടെടുത്തു. ആൻഡ് നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, സോ വ്യൂ ഫ്രം നമ്മുടെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ആൻഡ് എല്ലാവർക്കും ഈ കാനഡയിലുള്ള എല്ലാവർക്കും വളരെ പ്ലസൻറ്റിങ് ആയിട്ടുള്ളൊരു വെതറും ക്ലൈമറ്റും അതുപോലെ കാഴ്ചകളൊക്കെയാണ് ഈ ഫോള് കൊടുക്കുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നത് സമ്മറിലാണ്. സോ സമ്മറിൽ ഞാനിവിടുത്തെ പച്ചപ്പും അതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഈ ഇലകളൊക്കെ കൊഴിയാൻ പോവുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നെപ്പോലത്തെ ഭ്രാന്തന്മാർ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷൻ കാണുമ്പോൾ, ബിക്കോസ് ഞാൻ ഭയങ്കര പ്ലാൻ ലവിങ് പേഴ്സണാണ്. സോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇത് കൊഴിഞ്ഞു പോകുമല്ലോ പെട്ടെന്ന് എന്ന് ആലോചിക്കും. ഇനിയിപ്പോൾ ഒരു 1 month ഏറിപ്പോയി, അത് കഴിഞ്ഞെല്ലാം പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്, ഞാനും എമ്മയും നെയ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീണ്ടും ബാൽക്കണിയിലോട്ട് വിട്ടു. അതിൻ്റെ ഒരു ചായയും കൂടെയൊക്കെ കുടിച്ച് അങ്ങനെ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.